നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടിയിലെ ജനവാസ മേഖലയിൽ കണ്ട പുലിക്കായുള്ള നിരീക്ഷണവും പരിശോധനയും ഊർജിതമാക്കി വനം വകുപ്പ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഇരുപത്തിയേഴ് കൊല്ലത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം അഗ്നിരക്ഷാ സേനയിൽ നിന്നും വിരമിക്കുന്ന ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജു ആന്റണിക്ക് യാത്രയയപ്പ് നൽകി. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് ചാലക്കുടി മണ്ഡലം പ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുത്തുമല റോഡിന്റെയും പുതിയതായി സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെയും ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിലെ ജനവാസ മേഖലയിൽ കണ്ട പുലിക്കായുള്ള നിരീക്ഷണവും പരിശോധനയും ഊർജിതമാക്കി വനം വകുപ്പ്. രാത്രിയിലും പകലുമായുള്ള പരിശോധനകളാണ് വനം വകുപ്പും ദൗത്യസംഘവും നടത്തുന്നത്. പുലിയുടെ സാന്നിധ്യം അറിയാനായി 100ഓളം നിരീക്ഷണ ക്യാമറകളാണ് പുതിയതായി മേഖലയിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. പുലിയെ ആദ്യമായി കണ്ട കണ്ണമ്പുഴ ക്ഷേത്ര പരിസരങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയുടെ സാമീപ്യമുണ്ടായ കാടുകുറ്റിയിലുമാണ് പ്രധാനമായും ഇപ്പോൾ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. കഴിഞ്ഞ ദിവസവും പല ഭാഗങ്ങളിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പുലി ഇപ്പോഴും ഈ ഭാഗങ്ങളിൽ വന്നു പോകുന്നുണ്ടെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. കണ്ണമ്പുഴ ക്ഷേത്രപ്പറമ്പിൽ ആദ്യം സ്ഥാപിച്ച കൂടിന് സമീപം പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഇവിടെ നിന്ന് പുലി എവിടേക്ക് പോയെന്ന ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നില്ല. പിറ്റേന്ന് കാടുകുറ്റി പഞ്ചായത്തിന്റെ പല ഭാഗത്തും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. ഇവിടെ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി. കണ്ണമ്പുഴ ക്ഷേത്ര പരിസരത്തു നിന്നും പുലി ചാലക്കുടി പുഴ കടന്ന് അക്കരെ കടന്നതായിരിക്കാമെന്നും പറയുന്നുണ്ട്. പുഴയോട് ചേർന്നുള്ള ആൾതാമസമില്ലാത്ത വീടുകൾ, കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിലും വനംവകുപ്പ് പരിശോധന നടത്തി. കണ്ണമ്പുഴ ക്ഷേത്രം മുതൽ കോട്ടാറ്റ് വരെയുള്ള പ്രദേശങ്ങളിലായി നിരവധി കെട്ടിടങ്ങളിലാണ് ദൗത്യസംഘം പരിശോധന നടത്തിയത്. നിലവിൽ 4 കൂടുകളാണ് പുലിക്ക് കെണിയൊരുക്കാനായി സ്ഥാപിച്ചിരിക്കുന്നത്. കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപം 2 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാടുകുറ്റിയിൽ കഴിഞ്ഞ ദിവസം ഒരെണ്ണം സ്ഥാപിച്ചിരുന്നു. മാർച്ച് 14 പുലിയുടെ സാന്നിധ്യം ഉണ്ടായത്. ചിറങ്ങരയിലെ വീട്ടിലെ വളർത്തുനായെ പുലി പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞതോടെയാണ് പുലി സാന്നിധ്യം അറിയുന്നത്. തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ കൊരട്ടി പഞ്ചായത്തിന്റെ പല ഭാഗത്തും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. ഇതേ തുടർന്ന് ചിറങ്ങരയിൽ ഒരു കൂട് സ്ഥാപിക്കുകയും ചെയ്തു. 10 ദിവസങ്ങൾക്കു ശേഷം 24 ചാലക്കുടിയിൽ പുലിയെത്തുന്നത്. കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപത്തെ വീടിന് മുന്നിലൂടെ പുലി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. തുടർന്ന് ക്ഷേത്രപ്പറമ്പിലും പരിസരത്തും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. വെളുപ്പിന് 4:50 നമ്മൾ കണ്ണമ്പുഴ റോഡിൽ പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പകർന്നതായിട്ട് നമ്മൾ കണ്ടത്. പക്ഷെ കണ്ടത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ആ കണ്ടതിന് ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അശ്രാന്ത പരിശ്രമത്തിലാണ്. നമ്മുടെ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന് സമീപം പുലിയുടെ കൂട് സ്ഥാപിച്ചു, നിരവധി ക്യാമറകൾ സ്ഥാപിച്ചു. പക്ഷെ കാൽപാദം കാണുന്നതല്ലാതെ ഈ പുലിനെ കാണാൻ കഴിയുന്നില്ല. ഇതിനിടയിലാണ് കാടുകുറ്റി ഭാഗത്ത് പുലിനെ കണ്ടതായിട്ടുള്ള സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ലോട്ടറി ടിക്കറ്റ് വില വർധന പിൻവലിക്കുക, 500 രൂപയുടെ സമ്മാനത്തുക വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, 100 രൂപയുടെ സമ്മാനങ്ങളുടെ കമ്മീഷൻ നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ ധർണ തൃശൂർ ജില്ലാ പ്രസിഡന്റ് PN സതീഷ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ജെയ്സൺ, ജിയോ കൊടിയൻ, ജയ സുനിൽ, പ്രതാപൻ MR, നസീർ PK, കൃഷ്ണൻ PR തുടങ്ങിയവർ സംസാരിച്ചു. സൗകര്യങ്ങളാണുള്ളത്. അതിൽ ഈ 50 രൂപയുടെ ടിക്കറ്റുകൾ ഇങ്ങനെ കുന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പം അത് ലോട്ടറി ഓഫീസർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ഈ എടുക്കാൻ പോണ ഏജന്റുമാരോ അല്ലെങ്കിൽ വിൽപ്പനക്കാരോ എത്ര ബുദ്ധിമുട്ടിയാണ് ടിക്കറ്റ് എടുക്കുന്നതിനെ കുറിച്ച് അവർക്ക് ഒരു ബോധവുമില്ല, ഒന്നും ചിന്തിക്കുന്നുമില്ല.
നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഒരു ദിവസം ലോട്ടറി നറുക്കെടുക്കുമ്പോൾ 14% GST, അതായത് 40 രൂപയുടെ ടിക്കറ്റിന് 4 രൂപ 20 പൈസ വെച്ചിട്ട് GST. അത് നേരം എടുത്താൽ മതി. 4 രൂപ 20 രൂപ വെച്ചിട്ട് സംസ്ഥാന സർക്കാരിനും കിട്ടും, 4 രൂപ 20 പൈസ വെച്ചിട്ട് കേന്ദ്ര സർക്കാരിനും കിട്ടും. പക്ഷേ ഈ 10 രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഈ നാട്ടിൽ ഒരു ദിവസം 50 രൂപയുടെ ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ ഈ ടിക്കറ്റ് എല്ലാവരുടെ കയ്യിലും ബാക്കിയാണ്. സർക്കാരിന് തന്നെ അറിയാം അതിൻ്റെ കണക്ക്. കാരണം 40 രൂപ ടിക്കറ്റ് ഇവർക്ക് വിൽക്കാൻ എളുപ്പമാണ്. പക്ഷേ 50 രൂപയുടെ ടിക്കറ്റ് ഒരു കാരണവശാലും വിറ്റ് പോകുന്നില്ല. അന്ന് അവരുടെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ ബാക്കിയില്ല ഈ 50 രൂപ ടിക്കറ്റ്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ 40 രൂപ ടിക്കറ്റ് എല്ലാ ദിവസവും 50 രൂപയാക്കിയാൽ ഇവർക്ക് എന്താ സംഭവിക്കുക? 27 കൊല്ലത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം അഗ്നിരക്ഷാ സേനയിൽ നിന്നും വിരമിക്കുന്ന ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജു ആന്റണിക്ക് യാത്രയയപ്പ് നൽകി. അതോടൊപ്പം തന്നെ ചാലക്കുടി നിലയത്തിൽ നിന്ന് 2025 ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറലിന്റെ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം നേടിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനിൽ മോഹനെ അനുമോദിക്കുകയും ചെയ്തു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തി. ചാലക്കുടി സ്റ്റേഷൻ ഓഫീസർ ദിലീപ് കുമാർ PG അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T സന്തോഷ് കുമാർ, ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് സുരേഷ് CV, ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജു ആന്റണിക്ക് സേനാ അംഗങ്ങൾ വാട്ടർ സല്യൂട്ട് നൽകി യാത്രയാക്കി. സ്വാഗതം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സന്തോഷ് കുമാർ അടക്കമുള്ള സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളും, ഇന്ന് 2 പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. 24 വർഷത്തെ സേവനത്തിന് ശേഷം ശ്രീ ബിജു ആന്റണി സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അനിൽ മോഹൻ, മറ്റ് ബഹുമാനിയായ വ്യക്തികളെ, പ്രിയപ്പെട്ട ചാലക്കുടി ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് ചാലക്കുടി മണ്ഡലം പ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തിവരുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി ചാലക്കുടിയിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധ സമരം നടത്തി. 51 ദിവസമായി സമരം നടത്തിവരുന്ന ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നടത്തിയ സമരം മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സൂസി സുനിൽ ആശാ വർക്കറുടെ മുടി മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിതി രാജൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, മുൻ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, ജില്ലാ സെക്രട്ടറിമാരായ ലീന ഡേവിസ്, ഷിഫ സന്തോഷ്, പ്രന്നീല ഗിരീശൻ, മണ്ഡലം പ്രസിഡന്റ് ഇന്ദിര ബാബു, നഗരസഭാ കൗൺസിലർമാരായ ആനി പോൾ, റോസി ലാസർ, നിത പോൾ, ജിജി ജോൺസൺ, സൗമ്യ വിനേഷ്, സിന്ധു ലോജു, സുധ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. മേരി നളൻ, റിനി മെജോ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സമരം ചെയ്ത് പ്രതിഷേധിച്ചു. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അതുകൊണ്ട് ഈ മുടി മുറിച്ച് ഡൽഹിയിൽ ചെല്ലാനാണ് പറഞ്ഞത്. ഇതൊക്കെ എവിടെ നടക്കുന്ന സംസാരമാണ്? സ്ത്രീകളോടൊരു മാന്യത എന്ന് പറയുന്നത് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുറച്ചെങ്കിലും സ്ത്രീകളോടൊരു മാന്യത ഉണ്ടെങ്കിൽ അവരോട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും സംസാരിക്കുവാനുമായിട്ട് ഇന്ന് ഗവൺമെൻറ് തയ്യാറാവുമായിരുന്നു. സഹോദരിമാരെ, ആശാവർക്കർമാർ ഇന്ന് സമരം തുടങ്ങിയിട്ട് 51 ദിവസമായി. ഉപവാസ സമരം ആരംഭിച്ചിട്ട് 11 ദിവസം. ഇത്രയും ദിവസമായിട്ട് പോലും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നിരാഹാര സമരം നടത്തുന്ന നമ്മുടെ പാവപ്പെട്ട സ്ത്രീകളെ തിരിഞ്ഞു നോക്കാനോ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ ഇതുവരെ നമ്മുടെ സർക്കാർ തയ്യാറായിട്ടില്ല. കോവിഡ് സമയത്താണ് ഇവർ നമ്മുടെ മാലാഖമാരാണ് എന്ന്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുത്തുമല റോഡിന്റെയും പുതിയതായി സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെയും ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 19 ലക്ഷം രൂപ ചെലവിലാണ് മുത്തുമല റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2022-23 വർഷത്തെ ആസ്തി വികസന ഫണ്ട് വഴിയാണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, ഇഞ്ചക്കുണ്ട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബൈജു വൈപ്പിനാടൻ,
വാർഡ് അംഗം അജിത സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റൺ ഫോർ ഓട്ടിസം വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ അയ്യങ്കാവ് മൈതാനിയിൽ സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വിശിഷ്ട അതിഥിയായി. ഇരിഞ്ഞാലക്കുട BRC, പ്രതീക്ഷാ ഭവൻ, നിപ്മർ സ്പെഷ്യൽ സ്കൂൾ തുടങ്ങിയ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് വാക്കത്തോണിൽ പങ്കെടുത്തത്. ഓട്ടിസം ഉൾപ്പെടെ നാഡീസംബന്ധമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിലുള്ള ഉൾച്ചേർക്കൽ ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. സാമൂഹിക നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ കേന്ദ്രങ്ങളിലും റീജിയണൽ ഏർലി ഇന്റർവെൻഷൻ സെന്ററുകളുണ്ട്. പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇടപെടലുകൾ നടത്തി പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും ശരിയായ പരിശീലനം നൽകുന്നതിനും ഇത്തരം കേന്ദ്രങ്ങൾ സഹായകമാണെന്നും മന്ത്രി പറഞ്ഞു. ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ C ചന്ദ്രബാബു, ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസൻ, സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ PD സിജി, ഇരിഞ്ഞാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ചെയർമാൻ MP ജാക്സൺ, നിപ്മർ റിസർച്ച് കോർഡിനേറ്റർ ആൻഡ് ഡയറ്റീഷ്യൻ R മധുമിത, BRC പ്രതിനിധികൾ, കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ക്രൈസ്റ്റ് കോളേജ്, സെന്റ് ജോസഫ് കോളേജ്, പ്രതീക്ഷാ ഭവൻ എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. മോഷ്ടിച്ച സൈക്കിളുമായി കുടുംബക്ഷേത്രത്തിൽ മോഷണം നടത്താൻ ശ്രമിച്ച മോഷ്ടാവ് റിമാൻഡിൽ. ഉറുമ്പൻകുന്ന് സ്വദേശിയായ 26 വയസ്സുള്ള ബിബിനെ ചാലക്കുടി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പുലർച്ചെ വിളക്ക് വയ്ക്കുന്നതിനായി ക്ഷേത്രത്തിൽ വന്ന പോട്ട സ്വദേശി കൃഷ്ണൻകുട്ടിയാണ് മോഷ്ടാവിനെ കണ്ടത്. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നത് കണ്ട് തടഞ്ഞപ്പോൾ കുതറി സൈക്കിളിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിടിച്ചപ്പോൾ സൈക്കിൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. സമീപത്തെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ആളെ മനസ്സിലായി. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. ഉപേക്ഷിച്ച സൈക്കിൾ പോട്ട സ്വദേശിയായ മുണ്ടക്കൽ വീട്ടിൽ നീതുവിൻ്റെ വീട്ടിൽ നിന്നും മോഷ്ടിച്ചതെന്നും കണ്ടെത്തി. ബിബിന് ചാലക്കുടി, കൊടകര, ആളൂർ പോലീസ് സ്റ്റേഷനുകളിലായി 2016 മുതൽ 17 മോഷണ കേസുകളുണ്ട്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ജെനിൽ, ജെയ്സൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു, ആൻസൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,510 രൂപ, പവന് 68,080 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടിയിലെ ജനവാസ മേഖലയിൽ കണ്ട പുലിക്കായുള്ള നിരീക്ഷണവും പരിശോധനയും ഊർജിതമാക്കി വനം വകുപ്പ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഇരുപത്തിയേഴ് കൊല്ലത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം അഗ്നിരക്ഷാ സേനയിൽ നിന്നും വിരമിക്കുന്ന ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജു ആന്റണിക്ക് യാത്രയയപ്പ് നൽകി. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് ചാലക്കുടി മണ്ഡലം പ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധിച്ചു.
വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുത്തുമല റോഡിന്റെയും പുതിയതായി സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെയും ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.